Hi all, this video is regarding the calculation of the time complexity of an algorithm. Time complexity എന്ന് പറയുന്നത് ആദ്യം computer time needed by an algorithm to run to completion. ഒരു അൽഗോരിതം അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കമ്പ്യൂട്ടർ ടൈം, അതിനെയാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞ ടേമാണ്. ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന കൗണ്ടിനെയാണ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി കൗണ്ടിൻ്റെ ടോട്ടൽ കാൽക്കുലേഷനാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കുന്നത്. അതിനെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ടൈം എടുക്കുന്നു, ഒരു ഫ്രീക്വൻസി കൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, വൺ ഫ്രീക്വൻസി കൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വിൽ ടേക്ക് വൺ കമ്പ്യൂട്ടർ ടൈം. അങ്ങനെ അതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഒരു എത്ര പ്രാവശ്യം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ കൗണ്ടാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അൽഗോരിതം സം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാം. ഒരു ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സം കണ്ടുപിടിക്കാനാണ്, മെട്രിക്സിനകത്തുള്ള എലമെൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക. അൽഗോരിതം സം എ ഓഫ് എൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ട്, അത് കഴിഞ്ഞ് i = 0 to n-1 സമ്മിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, റിട്ടേൺ എസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കൗണ്ട് നോക്കുക. ഈ അൽഗോരിതം സം എന്ന് പറയുന്ന പേര് ഇറ്റ് വിൽ എക്സിക്യൂട്ട് 0 ടൈം എന്നാണ് നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് എടുക്കുക. ഓപ്പണിംഗ് ബ്രാക്കറ്റിന് ഫ്രീക്വൻസി കൗണ്ട് 0 ആയിട്ട് എടുക്കും. s = 0 എന്ന് പറയുന്നത് 1 ടൈമാണ് എടുക്കുകയുള്ളൂ, ഒരു പ്രാവശ്യമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് കൗണ്ട് ചെയ്യത്തുള്ളൂ. ഐയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നെടുക്കും. കാര്യം n ടൈംസ് ഈ ഫോർ ലൂപ്പ് നോക്കും, സക്സസ്ഫുൾ ആയിരിക്കും, എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് കയറും. പക്ഷേ n+1th ടൈം വരുമ്പം ഇത് വെറുതെ ചെക്ക് ചെയ്യത്ത് മാത്രമേ ഉള്ളൂ, അകത്തോട്ട് കയറത്തില്ല. കാര്യം n+1th ടൈം അത് പുറത്ത് പോകാൻ ആയി എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് നമ്മുടെ കൗണ്ടിനെ കാട്ടിയും ഒന്ന് കൂടുതൽ വരുമ്പം ഫോർ ലൂപ്പിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പം ആയോ എന്ന് നോക്കാൻ വേണ്ടി നോക്കുന്നതാണ് n+1th ടൈം. അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് കയറില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ n+1 ടൈം. ഫോർ ലൂപ്പിനകത്ത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള n ടൈംസ്. ഫോർ ലൂപ്പ് ഓരോ തവണയും സക്സസ്ഫുൾ ആകുമ്പോൾ കൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അകത്തേക്ക് കയറി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് n ടൈംസ്. ഈ പുറത്ത് ഈ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് n ടൈംസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ ഒരു +1 ടൈം വരുമ്പോൾ ആ ഫോർ ലൂപ്പിനകത്ത് കയറാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കൗണ്ടാണത്. അതാണ് n+1 വരുന്നത്. അകത്ത് വരുന്നത് n ടൈംസ് ആണ്. റിട്ടേൺ എസിന് നമ്മൾ കൊടുക്കുന്നത് 1 ടൈമാണ് ഫ്രീക്വൻസി കൗണ്ട്. അങ്ങനെ ഈ ക്ലോസിംഗ് ബ്രാക്കറ്റിന് നമ്മൾ 0 ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2n+3. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ ടേം മാത്രമാണ് അതിലേക്ക് എടുക്കുകയുള്ളൂ. കാര്യം +3 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സംഖ്യയാണ്, അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. അതുപോലെ ഈ 2n എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഈ 2നെ നമുക്ക് ആവശ്യമില്ല, എന്നിനാണ് കോംപ്ലക്സിറ്റി ഡിസൈഡ് ചെയ്യുന്ന ടേം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എഴുതുന്നത് ബിഗ് O ഓഫ് n എന്നും പറഞ്ഞാണ്. അതുപോലെ രണ്ടാമത്തത് മെട്രിക്സ് ആഡ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൽഗോരിതം എന്ന് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിന് 0 ഫ്രീക്വൻസി കൗണ്ട്, ഇത് ഓപ്പണിംഗ് ബ്രാക്കറ്റിന് 0, അതുപോലെ ഫോർ ലൂപ്പ് m+0 to m-1 ആയതുകൊണ്ട് തന്നെ അത് m+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഫോർ ലൂപ്പ് വീണ്ടും ഇതിനകത്ത് ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് വരുന്നത് ജെയുടെ ലൂപ്പ് വരുന്നത് എമ്മിൻ്റെ ലൂപ്പ് ഐയുടെ ലൂപ്പിലായതുകൊണ്ട് തന്നെ ഐയുടെ m+1 എന്തായാലും എടുക്കും. ഐയുടെ m+1 എടുക്കില്ല, ഐയുടെ m എടുക്കത്തുള്ളൂ. കാര്യം
m+1 എന്ന് പറയുന്നത് ഈ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, അതായത് അത് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഈ m ടൈം ഇവിടെ എടുക്കും. കാര്യം ഈ ഫോർ ലൂപ്പിനകത്ത് കിടക്കുന്നതായത് കൊണ്ട് ഈ ജെ ലൂപ്പ് m ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇത് വീണ്ടും ഒരു ജെ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് അവിടെ ഒരു കൗണ്ട് ഉണ്ട് n-1. അത് n+1 ടൈം, അതായത് 0 to n-1 എന്ന് പറഞ്ഞാൽ ആ ജെ ലൂപ്പ് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ m എന്ന് പറയുന്നത് ഇൻറ്റു n+1 ടൈം എക്സിക്യൂട്ട് ചെയ്യും ഈ 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് അകത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് m ഇൻറ്റു n ടൈം. ഈ m എന്ന് പറയുന്നത് ഫോർ ലൂപ്പിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈമും ഈ n എന്ന് പറയുന്നത് ജെയുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈം. അങ്ങനെ ടോട്ടൽ ടൈം നമ്മൾ ആദ്യം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2mn + m+1 എന്ന് കിട്ടും. അതിനകത്തുനിന്നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടേം 2mn ആണ്. അത് ആണ് ഫ്രീക്വൻസി ടൈം കോംപ്ലക്സിറ്റിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് ടേമിനെയാണ്, ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ടേമിനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഈ 2mn ആണ്. അതിനകത്ത് നിന്ന് ഈ 2നെ നമുക്ക് കളയാം. അത് അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതായത് കോൺട്രിബ്യൂഷൻ കുറവാണ് 2 എന്ന് പറയുന്ന നമ്പറിന്. എന്നിട്ട് നമ്മൾ mn ആക്കി എടുക്കും. ഇനി നമുക്ക് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാം. i = 0, i <n i++, s = s+i. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് n+1 ടൈമാണ്. ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് n+1 ടൈമാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു n+1 ടൈം അത് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അകത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് n ടൈം എക്സിക്യൂട്ട് ചെയ്യും. അതിന് ടോട്ടൽ ആഡ് ചെയ്യുമ്പം n+n+1, അതായത് 2n+1. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് O ഓഫ് n ആയിരിക്കും. അതുപോലെ ഫോർ i = 0, i n ഇൻറ്റു n ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ n ഇൻറ്റു n ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് n ഇൻറ്റു n ടൈംസ് +1 ടൈം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അകത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് n ഇൻറ്റു n ടൈമാണ്, അതായത് n². അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് n² + 1 ആണ്, അതായത് 2n² + 1 ആണ്. ഇത് 2n² + 1 ആണ്. അതിനകത്ത് നിന്നും ഹയസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ n² ആണ്, 2n² ആണ്. അതിനെ എടുക്കുക. അതിനകത്ത് നിന്ന് നമുക്ക് 2നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ബിഗ് O ഓഫ് n² ആണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അടുത്തതെന്ന് പറയുന്നത് i = 1, ഒരു വൈൽ ലൂപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. വൈൽ i < or = n, s = s+i, i = i × 2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ആദ്യം ഇനീഷ്യലി ഐയുടെ ടേം എന്ന് പറയുന്നത് 1 ആണ്. ഓരോ തവണയും ഐ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ ടേം എന്ന് പറയുന്നത്, വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ ടൈം 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. അപ്പം ഐയുടെ വാല്യൂ എങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്യും? ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരിക്കും, പിന്നെ ഐയുടെ വാല്യൂ 2 ആയിരിക്കും, പിന്നെ ഐയുടെ വാല്യൂ 4 ആയിരിക്കും, പിന്നെ ഐയുടെ വാല്യൂ 8 ആയിരിക്കും. അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ട് പോകും. ഇത് എത്ര പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്യും? i < n ആവുന്നത് വരെ അത് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുവാണ്, സപ്പോസ് ദിസ് ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ഓർ റൺ n ടൈംസ്, k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നമുക്കറിയില്ല എന്നിൻ്റെ ടേം എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്നറിയില്ല. ഓരോ തവണയും ഓരോ യൂസറും കൊടുക്കുന്ന ടേംസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ പറയുവാണ് അത് k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ kth ഇറ്ററേഷൻ കഴിയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 2k ആയിരിക്കും. അതെങ്ങനെ കിട്ടി? 2⁻0, 2⁻1, 2⁻2, 2⁻3. അങ്ങനെ k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ i = 2k ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ടീഷൻ എന്താണ്? i < or n എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം പോകും? i 2k ആണ്. അപ്പോൾ 2k എന്ന് പറയുന്നത് < or n വരെ പോകും. അപ്പോൾ ഇത് നമ്മളിനി സിംപ്ലിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ലോഗ് എടുക്കും. അതിനെ നമുക്ക് ലോഗ് 2k < or log n എന്ന് പറയാം. അപ്പോൾ k log 2 = log n. അപ്പോൾ k = log n, < or log n. അപ്പോൾ ഈ log n എന്ന് പറയുന്ന ടേമാണ് നമ്മുടെ ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി.
ഇനി അടുത്തത് നമ്മുടെ ഒരു ഫോർ ലൂപ്പ് തന്നെയാണ് വീണ്ടും. ബട്ട് ഹിയർ യു ഹാവ് ടു ലുക്ക് ഫോർ ദ കണ്ടീഷൻ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ദെൻ ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ എപ്പോഴും ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ലുക്ക് ഫോർ ദാറ്റ്. ജെ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു 2, എന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ വൈൽ ലൂപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് ജെ ഇൻറ്റു 2 ആയതുകൊണ്ട് തന്നെ ഈ ഫോർ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ലോഗൻ ടൈം. നേരത്തെ എങ്ങനെയാണ് ലോഗൻ കിട്ടിയതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെയും ലോഗൻ വരും. അപ്പോൾ ഈ ലോഗൻ ഫോർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ലോഗൻ പ്ലസ് 1 കൂടെ നമ്മളവിടെ എടുക്കണം. ഇത് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് ഐ 1 ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയതുകൊണ്ട് ഇത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് n ഇൻറ്റു ലോഗൻ പ്ലസ് 1 വരും. അപ്പോൾ ഈ അകത്തത് n ഇൻറ്റു ലോഗൻ ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച പോലെ n+1 ഇവിടെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. n+1 ടൈംസ് അത് നോക്കും. കാര്യം +1 എന്ന് പറയുന്ന ടേം ഒരിക്കൽ കൂടെ അതായോ എന്ന് നോക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് പറയാം ഔട്ടർ ലൂപ്പ് n ടൈം, ഓരോ സക്സസ്ഫുൾ കേസിലും ജെ ലൂപ്പ് ലോഗൻ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത് n ഇൻറ്റു നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n ലോഗൻ എന്ന് പറയുന്ന ടേമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. എങ്ങനെ വരും? n+1 പ്ലസ് n ലോഗൻ പ്ലസ് n പ്ലസ് n ലോഗൻ. അതിനകത്ത് 2n ലോഗൻ എന്ന് വരുമല്ലോ. അതിനകത്ത് n ലോഗൻ എന്ന് പറയുന്ന ടേമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി കൗണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എടുക്കുമ്പം ബിഗ് O ഓഫ് n ലോഗൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ബിഗ് O ഓഫ് n ലോഗ് n. ഇനി അടുത്തത് എസ് ഈസ് ഈക്വൽ ടു 0, ഐ ഈസ് ഈക്വൽ ടു 1. ഇവിടെയും ഒരു ഫോർ ലൂപ്പാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ജെ പ്ലസ് പ്ലസ് എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ ഇൻറ്റു ജെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഐ 1 ആയിരിക്കുമ്പോൾ ഇന്നർ ഐട്രേഷൻ എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഐ 1 ആയിരിക്കുമ്പോൾ ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഐ 2 ആയിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഐ n ആകുമ്പോൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ടോട്ടൽ കൗണ്ട് ഓഫ് ഇന്നർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് 1+2+3+ എക്സെട്ര അപ് ടു n ടൈംസ് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. കാര്യം n ആണല്ലോ മാക്സിമം ടൈം. അപ്പം 1+2+3+4+ അങ്ങനെ n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? അതിൻ്റെ സം സീരീസ് ആയിട്ട് മാറി 1+2+3+ എക്സെട്ര അപ് ടു n എന്ന് പറയുന്ന ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഒരു സീരീസ് ആയിട്ട് എടുക്കാം. അതിൻ്റെ സീരീസിൻ്റെ ഫോർമുല നമുക്കറിയാം, n ഇൻറ്റു n+1/2. അപ്പോൾ അത് നമുക്ക് എടുക്കുമ്പോൾ n² + n/2 എന്ന് വരും. അപ്പോൾ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ള ഹയസ്റ്റ് ടേം ബിഗ് O ഓഫ് n². ഇനി അടുത്തത് എസ് ഇസ് ഈക്വൽ ടു 0, ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ഐ പ്ലസ് പ്ലസ്, ജെ ഈസ് ഈക്വൽ ടു ഐ, ജെ ലെസ് ദാൻ 0, ജെ പ്ലസ് പ്ലസ്, എസ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ ഇൻറ്റു ജെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു ഐ, ജെ ലെസ് ദാൻ 0. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇന്നർ ലൂപ്പ് ജെ ലെസ് ദാൻ 0, ജെ ലെസ് ദാൻ 0, ജെ ഐ ആയി. ജെ ലെസ് ദാൻ 0 ആണോ? നമുക്കറിയില്ല. ആ ഐയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. ഐ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കാം. ഐ 1 ആണെങ്കിൽ 1 ലെസ് ദാൻ 0 ആണോ? 1 ലെസ് ദാൻ 0 അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐ 2 ആയി. പിന്നെ നോക്കുക, അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു 2 മുതൽ തുടങ്ങാനാണ് പറയുന്നത്. എവിടം വരെ ചെയ്യണം? 2 ലെസ് ദാൻ 0 ആയിരിക്കുന്നത് വരെ. അതെപ്പോഴെങ്കിലും സാറ്റിസ്ഫൈ ആകുമോ? അതൊരിക്കലും സാറ്റിസ്ഫൈ ആകില്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ദ ഇന്നർ ലൂപ്പ് വിൽ നോട്ട് എക്സിക്യൂട്ട്
at all. So the frequency count of the inner loop നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഔട്ടർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? ഈ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ആ n+1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് n ആണ്. ഇനി അടുത്തത് i is equal to k, i less than or equal to n, i is equal to i into m ആണ്. അപ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റ് ആവുന്നത് i into m വരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുവാണ് i is equal to k ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എത്ര പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യും? i എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? i k മുതൽ i ഇൻറ്റു m എന്ന് പറഞ്ഞ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. എത്ര പ്രാവശ്യം പോകും? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഇവിടെ i സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? k എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പോകും? ആദ്യം k വെച്ച് തുടങ്ങും, പിന്നെ k ഇൻറ്റു m എന്ന് പറഞ്ഞു തുടങ്ങും. കാര്യം ഐയുടെ വാല്യൂ k ആലോ. പിന്നെ k ഇൻറ്റു m സ്ക്വയർ എന്നും പറഞ്ഞു പോകും i. പിന്നെ k ഇൻറ്റു m ക്യൂബ് എന്നും പറഞ്ഞു പോകും. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും? i ഇസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു t മൈനസ് 1. സപ്പോസ് നമ്മൾ t ആണ് അവിടെ അത് റൺ ചെയ്യുന്നതെന്ന് എടുക്കുവാണെങ്കിൽ k ഇൻറ്റു m റേസ് ടു t മൈനസ് 1. ഇതെങ്ങനെ കിട്ടിയത്? ഈ k ഇൻറ്റു m, ഈ i ഇൻറ്റു m ആണ്. എത്ര പ്രാവശ്യം പോവും? k, ആദ്യം k, പിന്നെ k ഇൻറ്റു m, പിന്നെ k ഇൻറ്റു m സ്ക്വയർ, പിന്നെ k ഇൻറ്റു m ക്യൂബ്, അങ്ങനെ k ഇൻറ്റു m റേസ് ടു t മൈനസ് 1. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മൾ നോക്കുവാണ് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെയാണല്ലോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് k ഇൻറ്റു i എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? k ഇൻറ്റു m റേസ് ടു t മൈനസ് 1, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ. അപ്പോൾ m റേസ് ടു t മൈനസ് 1 n ബൈ k, രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കുക. ലോഗ് എടുക്കുമ്പോൾ നമുക്ക് t ഇസ് ഈക്വൽ ടു ലോഗ് m n ബൈ k പ്ലസ് 1. അപ്പോൾ ഇതിനകത്ത് ഈ ടേമാണ് ഹയസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ലോഗ് n ബൈ k ടു ദ ബേസ് m എന്ന് പറയാം. അടുത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഓരോ കേസിലും നമ്മൾ നോക്കുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് i ഇസ് ഈക്വൽ ടു 0, i ലെസ് ദാൻ n വരെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി ബിഗ് O ഓഫ് n ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2 ഫോർ ലൂപ്പ് വരുന്നതാണ്, അവിടെ n സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഏതാണ്? n സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ അത് ബിഗ് O ഓഫ് n സ്ക്വയർ ആണ്. താങ്ക് യു.